ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നെടുമങ്ങാട് ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ നെടുമങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നെടുമങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ആർ പ്രസാദ്, കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച ബിജെപിയുടെ സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാചസ്പതി, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് വേലുക്കട ഹരികുമാർ, ബിജെപിയുടെ ദേശീയ സമിതി അംഗം ശ്രീ കെ ബാബുലേ, ബിജെപി സംസ്ഥാന സമിതി അംഗം ശ്രീ തോട്ടക്കാട് ശശിധരൻ, SJD നെടുമങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബിജു കോറ്റി, കാമരാജ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ പുഷ്പരാജ്, ബിജെപി സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ കല്ലയം വിജയകുമാർ, സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് പ്രദീപ്, നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നേരത്തെ ഇവിടെ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് രണ്ട് കാരണങ്ങളാൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഒന്ന്, കഴിഞ്ഞ 5 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം, ആ ഭരണത്തിനുള്ള ജനങ്ങളുടെ പിന്തുണ, ആ പിന്തുണ വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതുന്നത്. ആ സദ്ഭരണത്തിന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്താണ് ജനങ്ങൾ നടത്താൻ പോകുന്നത്. ഈ നാട്ടിലെ ഇതിന് മുൻപുള്ള സർക്കാരുകൾ, ആ സർക്കാരുകളുടെ കാലത്തുണ്ടായതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഉൾപ്പെടെ വീടില്ലാത്തവർ, വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ചില പ്രദേശങ്ങളിൽ പോയപ്പോൾ കേരളം ഏറ്റവും വികസിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്, ഏറ്റവും പുരോഗതി പ്രാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരിന്റെ കീഴിൽ, സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഈ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിക്കകത്ത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് എത്രയോ ദൂരം തലച്ചുമടായി വെള്ളം കൊണ്ടുവരേണ്ടി വരുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് കേരളത്തിന് അപമാനകരമാണ്. കരകുളം പഞ്ചായത്തിലും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലും ഞാൻ പോയ സ്ഥലങ്ങളിൽ അവിടുത്തെ താമസക്കാരായിട്ടുള്ള ആളുകൾ എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ കയറി പോകാൻ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങൾ ഇതാണ് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെയും കരകുളം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. അതേസമയത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്ത് നിരവധി ആളുകൾക്ക് വീടില്ലാത്തത്. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷക്കാലം ഭരിച്ച UPA സർക്കാരിന്റെ കാലത്ത് ആകെ നിർമ്മിച്ച് നൽകിയത്, രാജ്യം മുഴുവൻ നിർമ്മിച്ച് നൽകിയത് 8 ലക്ഷം വീടുകളാണ്. 8 ലക്ഷം. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിൽ അതിന്റെ 10 മടങ്ങ് വീടുകളാണ് നരേന്ദ്രമോദി സർക്കാർ നിർമ്മിച്ചു നൽകി. ഏതാണ്ട് 4 കോടിയോളം വീടുകൾ, 4 കോടിയോളം വീടുകളാണ് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നൽകി. 13 കോടി വീടുകളിൽ വൈദ്യുതി എത്തിച്ചു. കോടിക്കണക്കിന് വീടുകളിൽ കുടിവെള്ളം എത്തിച്ചു. പക്ഷേ ആറ്റിങ്ങൽ ബൈപ്പാസ് ആണെങ്കിലും കൊല്ലം ബൈപ്പാസ് ആണെങ്കിലും ഇതെല്ലാം 10-40 വർഷക്കാലമായിട്ട് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ദീർഘകാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്.
ആ പദ്ധതികൾ ഇത്രയും വർഷങ്ങൾ നടപ്പിലാക്കാതിരുന്ന പദ്ധതികൾ അത് പ്രാവർത്തികമായത് നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നപ്പോഴാണ്. ഇപ്പോ നമ്മുടെ എംപിമാർ, അത് ഇവിടുത്തെ എം പി ആണെങ്കിലും തിരുവനന്തപുരത്തെ എം പി ആണെങ്കിലും ഒക്കെ പറയുന്നത് ഞങ്ങൾ നിവേദനം കൊടുത്തിരുന്നു, അതിന്റെ ഫലമായിട്ടാണ് ഇതുണ്ടായത്. കഴിഞ്ഞ കാലങ്ങളിലും ഈ എം പിമാരൊക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട്, ഇതിനു മുൻപത്തെ എം പിമാരും നിവേദനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിവേദനം കൊടുത്തതിന്റെ ഫലമായിട്ട് എന്ത് നടന്നു എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ട് ഇതിനു മുൻപത്തെ എം പി ഈ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് താല്പര്യമുള്ള സർക്കാരാണ്. ഈ രാജ്യം ലോകത്തിന്റെ ഗർഭികരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ടാണ് 12ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ 5ാം സ്ഥാനത്തെത്തിയത്. അത് വീണ്ടും മുന്നോട്ടേക്കുള്ള കുതിപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2047 ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവിത നിലവാരത്തിലുള്ള വർധനവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടത്. ആ പ്രവർത്തനങ്ങൾ നിർബാധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വീണ്ടും ഉണ്ടാവുക ബഹുമാന്യനായ ശ്രീ നരേന്ദ്രമോദി തന്നെയായി. അങ്ങനെ വീണ്ടും നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ നമ്മുടെ പ്രദേശത്തെ പ്രതിനിധീകരിക്കാൻ നരേന്ദ്രമോദിയെ എതിർക്കുന്ന, നരേന്ദ്രമോദിയുടെ നയങ്ങൾ മുഴുവൻ തന്നെ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തയക്കണോ, അതോ നരേന്ദ്രമോദിയുടെ നയങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കണോ? ഇതാണ് നമ്മുടെ മുന്നിലെടുത്തത്. ഈ ചോദ്യത്തിന് മറുപടി വളരെ ലളിതമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലെ നരേന്ദ്രമോദിയുടെ നയങ്ങൾക്ക് എതിരായിട്ട് നിലപാടെടുക്കുന്ന ഒരു ജനപ്രതിനിധി കാരണം നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, ആ ക്ഷേമ പ്രവർത്തനങ്ങൾ വേണ്ടത്ര താല്പര്യം കാണിക്കാത്തതിന്റെ ഫലമായിട്ട് അതിന്റെ പ്രയോജനം നമ്മുടെ നാട്ടിൽ ലഭിച്ചില്ല, നമ്മുടെ പ്രദേശത്ത് ലഭിച്ചില്ല. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എന്നെ താമരത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പകരം ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വിധിയെടുത്ത് ആ വിധിയെടുത്ത് ജനങ്ങളുടെ ജയമായിരിക്കും, ഈ നാട്ടിലെ ജനങ്ങൾ വിജയിക്കുന്ന ഒരു വിധിയെടുത്ത്, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു വിധിയെടുത്ത്, ആ വിധിയെടുത്തുണ്ടാകാൻ വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നമ്മുടെ നാടിന്റെ വികസനം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു വിധിയെടുത്ത് നടത്താൻ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും തീർച്ചയായിട്ടും പരിശ്രമിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അതോടൊപ്പം ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന